ഗോൾഡൻ സ്കോക്ക് രേഖ ചിത്രം ഡയറക്ടർ ജോഫിൻ ടി ചാക്കോ മമ്മൂക്കയുടെ പ്രീസ്റ്റിൻ്റെ ഡയറക്ടറാണ്. വേണു കുന്നപ്പിള്ളി ആണ് പ്രൊഡ്യൂസർ. ഈ സിനിമയുടെ കഥ രാമു സുനിലിൻ്റെതാണ്. രാമു സുനിലും അതുപോലെ ജോൺ മന്ത്രിക്കലും ചേർന്നിട്ടാണ് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. മലക്കപ്പാറ CI ആയിട്ടാണ് ഇതിലെ നായക കഥാപാത്രം ആസിഫ് അലി അഭിനയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്റ്റേഷൻ പരിധിയിലേക്ക് ഒരു കേസ് എത്തുകയാണ്. കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു കേസിനെ കുറിച്ച് ഒരാൾ റിവീൽ ചെയ്യാണ്. ആ റെവലേഷൻ്റെ പുറത്ത്, ആ കൺഫഷൻ്റെ പുറത്ത് സിദ്ദിഖാണ് ആ കഥാപാത്രം ചെയ്തത്. സിദ്ദിഖ് ആസ് ഓൾവേസ് ഒരു സീനിൽ ഉണ്ടായിരുന്നെങ്കിലും ഗംഭീരമായിട്ട് അഭിനയിച്ച് പോയിട്ടുണ്ട്. അതിൻ്റെ പുറകെ പോകുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ, അപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന സ്ട്രഗിൾസ്, ആ കേസിന് പുറകെ പോകുമ്പോഴുണ്ടാകുന്ന ലിമിറ്റേഷൻസ്, ഇതൊക്കെ കാണിക്കുകയും ഇതൊരിക്കലും ഒരു ഉദ്യോഗതയുടെ മുൾമുന്നിൽ നിർത്തുന്ന ഒരു സീറ്റഡ്സ് പരിപാടിയല്ല. ഇതിലൊരുപാട് ഇമോഷൻസ് ഉണ്ട്. ക്യാരക്ടേഴ്സിൻ്റെ ആ ജേണി, വില്ലൻസിനെ നമുക്കറിയാം, മോട്ടീവ്സ് നമുക്ക് ഗസ് ചെയ്യാം. ഇതൊക്കെ ഉണ്ടെങ്കിലും അതിലൂടെ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ആ കഥാപാത്രങ്ങൾക്കിടയിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ അതിലേക്ക് ഏറ്റവും ഒരു ഹൈ തരുന്ന സാധനം, ഇതിൻ്റെ ഒരു മൊമെൻറ്റം ഓഫ് ദി സിനിമ എന്ന് പറയുന്നത് ഇവർ തന്നെ പറഞ്ഞിട്ടുള്ള ഈ ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി, ഇതര ചരിത്രം, അത് നമുക്കറിയാം. ഒരു സംഭവം നടന്നിട്ടുണ്ട്. നമ്മൾ ഇത്രയും നാൾ കൺസീവ് ചെയ്തിട്ടുള്ള ആ ഒരു കോണ്ടെക്സ്റ്റിനെ, ആ ഒരു സിനാരിയെ മൊത്തം അതിനെ അപനിർമ്മിച്ചിട്ട് നമുക്ക് തരുന്നത് ഇങ്ങനെയൊക്കെ അവിടെ നടന്നിട്ടുണ്ടെന്നുള്ള ഒരു വെളിപാട് നമുക്ക് ഉണ്ടാവുകയാണ്. അപ്പോൾ കിട്ടുന്ന ഒരു കിക്കുണ്ട്, അതിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ട്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈ എന്ന് പറയുന്നത്. അത് അനശ്വര ചെയ്തിട്ടുള്ള കഥാപാത്രം, ഒരു ജൂനിയർ ആർട്ടിസ്റ്റുള്ള കഥാപാത്രം. അനശ്വര വിൻറ്റേജ് കഥാപാത്രങ്ങൾ ചെയ്യുന്നതിൽ അനശ്വര ഭയങ്കര സ്യൂട്ടബിളാണ്. നമ്മൾ ഓസ്ലർ കണ്ടിട്ടുള്ളതാണ് പൂമാനമേ. പിന്നെ ഈ സിനിമയ്ക്ക് ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിലെ സിനിമ, ആ കാലഘട്ടത്തിലെ സിനിമ സെറ്റ്, അവിടെയുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ലൈഫ്, അതുപോലെ നമുക്കറിയാവുന്ന ഇപ്പോൾ ദേവദൂതർ പാടി എന്ന് പറയുന്ന കാതോട് കാതോര എന്ന് പറയുന്ന സിനിമ, ഭരതൻ്റെ സിനിമ, ജോൺ പോളിൻ്റെ സിനിമ, ഔസേപ്പച്ചൻ്റെ സിനിമ, മമ്മൂക്കയുടെ സിനിമ, ആ സിനിമ സെറ്റിൽ നടന്നിട്ടുള്ളൊരു കാര്യം കാണിക്കുന്ന സമയത്ത് നമ്മളാ പാട്ട് എത്രയോ വട്ടം കേട്ടിട്ടുണ്ട്, ആ സിനിമ കണ്ടിട്ടുണ്ട്. മറ്റേ ഇദ്ദേഹത്തിൻ്റെ പൊതുവാളിൻ്റെ സിനിമയ്ക്കകത്ത് ആ പാട്ട് വീണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്, കുഞ്ചാക്കോ ബോബൻ, എന്നാത്താൻ കേസുകോട്. പക്ഷേ ഇതിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ പുറകിൽ നമ്മളറിയാത്ത ഒരു സാധനം നമുക്ക് തരുവാണ്. അതിലൂടെ ഇത് കണക്ട് ചെയ്ത് പോകുന്ന സമയത്ത് അതിൽ തന്നെ കമലിനെ യൂസ് ചെയ്തിരിക്കുന്ന രീതി, ഡയറക്ടർ കമൽ, ജോൺ പോളിനെ സഫാരി TV ഇൻ്റർവ്യൂവിലൂടെ കാണിച്ചുകൊണ്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്, ഭരതൻ്റെ ഒരു ഫിഗർ ഒരാൾ ചെയ്ത് കാണിക്കുന്നത്, ആ കാലഘട്ടത്തിൽ ഇന്ദ്രൻസ് ചെയ്തിട്ടുള്ള പോലുള്ള പ്രൊഡക്ഷൻ കൺട്രോളർമാർ, പല്ലിശ്ശേരി പോലെ, ഇതിൽ പള്ളാശ്ശേരി എന്ന് പറയാം, അന്നത്തെ പുഴുക്കുത്തുകളായിട്ടുള്ള ജേർണലിസ്റ്റുകൾ, വിവാദം ഉണ്ടാക്കുന്ന ആളുകൾ, അവരെ കാണിക്കുന്നത്. അത് TG രവി ചെയ്തിരിക്കുന്നത്. TG രവിയുടെ മകനായിട്ട്, TG രവിയുടെ മകൻ ശ്രീജിത്ത് രവിയാണ് ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്, യങ്ങായിട്ട്. സിദ്ദിഖിൻ്റെ മകനാണ് സിദ്ദിഖിൻ്റെ യങ്ങായിട്ട് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു വേറെ ലോകം, നമ്മൾ കാണാത്തൊരു ലോകം നമുക്ക് തരികയാണ് ഈ സിനിമയിൽ കൂടെ. അത് ഭയങ്കര രസമായിരുന്നു. അത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ നൽകിയിട്ടുള്ള ഒരു നറേറ്റീവ് സ്റ്റൈല്, ലേയേഴ്സ് ആയിരുന്നു ഈ സിനിമയിൽ ഉണ്ടായിരുന്നത്. ഈ സിനിമയിൽ ദ റിയൽ മമ്മൂക്കയെ പോർട്രേ ചെയ്തിരിക്കുന്ന രീതി, അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഉടനീളം ഫീൽ ചെയ്യിപ്പിച്ചിരിക്കുന്ന രീതി, AI യൂസ് ചെയ്തിരിക്കുന്ന രീതി, AI ഇത്രയും മനോഹരമായിട്ട് യൂസ് ചെയ്തൊരു സിനിമ, അത് ഇത്രയും വലിയ ബജറ്റുള്ള സിനിമയൊന്നുമല്ല, എന്നിട്ടും അതവർ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ആ മമ്മൂക്കയുടെ പ്രസൻസ് ഫീൽ ചെയ്യിപ്പിച്ചിട്ട് എന്നാ ലുക്ക്, അത് വിൻറ്റേജ് മമ്മൂക്കയെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിക്കാണ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ ഭയങ്കരമായിരുന്നു. ആ ഒരു ഇമോഷണൽ കണക്ഷൻ വിത്ത് മമ്മൂട്ടി ഓൾസോ ഇസ് ദർ. അങ്ങനെ മൊത്തത്തിൽ മമ്മൂട്ടി ചേട്ടൻ എന്നൊക്കെ പറയുന്ന സമയത്ത് മൊത്തത്തിൽ ഈ സിനിമ നൽകുന്ന ആ ഒരു പാരലായിട്ടുള്ള ഒരു വേൾഡ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അതില്ലെങ്കിൽ ഈ സിനിമ ഒന്നുമില്ല, ബും ശൂന്യം വട്ടപ്പൂച്ച എന്ന് പറഞ്ഞ പോലെ പോലെ. അതുകൂടെ വരികയും പിന്നെ പെർഫോമൻസസ്, ഇതിൽ മനോജ് കെ ജയൻ എന്ന് പറയുന്ന ഒരു നടൻ, ഗംഭീര നടനാണ് എല്ലാവർക്കും അറിയാം. പക്ഷേ പുള്ളി സ്ഥിരമായിട്ട് വിഗ് കഴിക്കാൻ പുള്ളിക്ക് മടിയാണ്. പുള്ളി വിഗ് കഴിക്കാത്തതുകൊണ്ട് തന്നെ പുള്ളിക്ക് നല്ല റോൾ ചെയ്യാൻ പറ്റുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പുള്ളി ഇൻ്റർവ്യൂവിലും നേരിട്ട് വരുന്ന പോലെ ഭയങ്കര സ്റ്റൈലിഷായിട്ട്, അങ്ങനെ യങ്ങായിട്ട് കാണാൻ ഉള്ള അങ്ങനെയല്ല. പുള്ളി വിഗ് അഴിച്ചു കഴിഞ്ഞാൽ പുള്ളി വേറെ ലെവലാണ്. ബിഗ് ബിയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിന് മുൻപുള്ള സിനിമകൾ ഞാൻ പറയുന്നില്ല. അതേപോലെ ഇതിൽ പുള്ളി ആ കഷണ്ടിയൊക്കെ ആയിട്ട് ആ പ്രായത്തിനൊത്ത റോൾ എടുത്തപ്പോൾ ഗംഭീര ആക്ടിങ്. ഇപ്പോൾ ലാലേട്ടൻ വില്ലനിലൊക്കെ ചെയ്ത പോലെ ഒരു ഗംഭീരമായിട്ടുള്ള ചില പെർഫോമൻസ് ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന്. ക്ലോസപ്പ് വെക്കാൻ പറ്റിയ നടനാണ്. പുള്ളിക്ക് അങ്ങ് വെച്ച് കൊടുക്കാം, പുള്ളി ചെയ്യും. ഈ സിദ്ദിഖിനെ കുറിച്ചൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു ഭയം വേണ്ട, അങ്ങനത്തെ നടനാണ്. ഗംഭീരമായിട്ട് മനോജ് കെ ജയൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഫ് കോഴ്സ് ആസിഫ് അലിയുടെ സ്ട്രീക്കാണ്. അദ്ദേഹം വിന്നിങ് സ്ട്രീക്ക് എന്ന് മാത്രമല്ല, അഭിനയം കൊണ്ട് അദ്ദേഹം റിഫൈൻഡായിട്ട് ഇങ്ങനെ വരുവാണ്. ഇതിലെ ക്യാരക്ടർ ഇതുവരെ ചെയ്യാത്ത വളരെ യുണീക്കായിട്ടുള്ള ക്യാരക്ടർ ഒന്നുമല്ല. പുള്ളി തലവനിൽ പോലീസ് സ്റ്റേഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ആസിഫ് ആ ക്യാരക്ടറിന് കൊടുക്കുന്ന മൈന്യൂട്ടായിട്ടുള്ള ന്യൂആൻസസ്, ചെറിയ ഇമോഷൻസ്, ഈവൻ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുള്ള മാസല്ല, ആ ക്യാരക്ടറിൻ്റെ ഇമോഷൻസ് കൊണ്ട്, ആ സ്ക്രീൻ പ്ലേക്കകത്തുള്ള സിറ്റുവേഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു മാസ് ഇമ്പാക്റ്റ് ഉണ്ട്. ചില
വില്ലനായിട്ടുള്ള ചില പരിപാടികളും പിന്നെ ഇതിൽ ഫൈറ്റ് ഒന്നോ രണ്ടോ ഫൈറ്റുള്ളൂ ഇല്ല ഒരു ഫൈറ്റേ ഉള്ളൂ പക്ഷേ അതുപോലും ഭയങ്കര റിയലിസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത് സുധി കോപ്പയൊക്കെ ആയിട്ടുള്ളത് പിന്നെ ഷാജു ശ്രീധർ ഇതിൽ നല്ല കിടൽ ലുക്കായിരുന്നു പക്ഷേ പുള്ളിയായിട്ടുള്ള ആസിഫിൻ്റെ സീന് മറ്റേ സിമിലർ ടു തലവനിലെ കോട്ടയം ഇസ്രി ആയിട്ടുള്ള സീന് അതൊക്കെ ആസിഫ് ഡെലിവർ ചെയ്യുന്നത് ഗംഭീരമായിട്ടാണ് അത് ഈസിലി കണക്റ്റ് ആവുന്നുണ്ട് പിന്നെ ചെറിയ ചെറിയ ഇമോഷൻസ് കാര്യങ്ങൾ സമ്മർദ്ദം ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മാനസിക വ്യാപാരങ്ങൾ അതൊക്കെ ആസിഫ് ഈസിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് നമ്മളായിട്ട് അങ്ങനെ ഒരു നടനെന്ന നിലയ്ക്ക് ഗംഭീര പെർഫോമൻസും നല്ല രീതിയിൽ വിജയിക്കുന്ന സിനിമകൾ അദ്ദേഹം ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഒരു സീനുണ്ട് വയ്യാത്ത ഒരാൾക്ക് കിടപ്പിലെ ഒരാൾക്ക് മദ്യം സ്പൂണിലാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നു ദാറ്റ് വാസ് നൈസ് ഇതിലങ്ങനെ കോമഡി പരിപാടി പാട്ടുകൾ അങ്ങനെയൊന്നുമില്ല ഒരു പാട്ടുണ്ട് അതൊരു ഫ്ലാഷ് ബാക്കാണ് നന്ദുവും പ്രിയങ്കയൊക്കെ വന്നു പോകുന്ന ഒരു ഫ്ലാഷ് ബാക്ക് പരിപാടി അത് റിലവൻ്റ് ആണ് കാരണം അത് പാട്ടിൽ കൂടെ പറയാൻ ഈസിയാണ് എന്നുള്ളതുകൊണ്ടാണ് അല്ലാതെ അനാവശ്യമായിട്ടുള്ള ട്രാക്കുകളോ അങ്ങനെ ഒന്നുമില്ല സ്ട്രെയിറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഒരു സെക്കൻഡ് പോലും ബോറടിക്കാതെ കണ്ടിട്ടുള്ള സിനിമയാണ് ജഗദീഷ് ഇതിൽ ജഗദീഷായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട് ജഗദീഷിൻ്റെ ഒക്കെ സീന് മുത്താരം കുന്ന് പിയുമായിട്ട് കണക്ട് ചെയ്യുന്നത് സ്ക്രിപ്റ്റിനകത്ത് ബ്രില്യൻ്റ് ആയിട്ടുള്ള പരിപാടികളുണ്ട് ബ്രില്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ട്വിസ്റ്റ് അതല്ല ആ സ്ക്രിപ്റ്റിനകത്ത് ഇവർ രണ്ടും പാരലായിട്ട് കൊണ്ടുപോയിട്ട് അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന സങ്കേതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റൈറ്റിങ്ങിലെ ബ്രില്യൻസ് തന്നെയാണ് ക്ലൈമാക്സ് 100% പ്രഡിക്റ്റബിലിറ്റി ഉണ്ട് പക്ഷേ പ്രഡിക്റ്റബിലിറ്റി ഒരു വിഷയമേ അല്ല കാരണം വില്ലൻ ആരാണെന്ന് നമുക്ക് ആദ്യമേ അറിയാം പക്ഷേ അതിലേക്ക് എത്തുന്ന ആ ഒരു യാത്രയുണ്ടല്ലോ ആ ഒരു ഇമോഷണൽ ആ ഇൻവെസ്റ്റിഗേറ്റീവ് ജേണി അത് സാറ്റിസ്ഫാക്ടറിയാണ് വളരെ സംതൃപ്തി നൽകുന്ന ഒന്നാണ് അതിനപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞ മറ്റേ പാരലൽ ട്രാക്കിൻ്റെ ആ ഒരു ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററിയുടെ ഒരു കൺക്ലൂഷൻ ഉണ്ടല്ലോ അത് ഇമോഷണലി ഹൈലി കണക്റ്റഡ് ആണ് എസ്പെഷ്യലി ഫോർ മമ്മൂക്ക അനശ്വരെ കൂടാതെയുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ സറിൻ ഷിയാബ് ചെയ്തിട്ടുള്ള കഥാപാത്രം അവർ ഗംഭീര നടിയാണ് ആട്ടത്തിൽ കണ്ടിട്ടുള്ളതാണ് ഇതിൽ ഗംഭീര പെർഫോമൻസാണ് അവരുടെ ആ ഒരു പെർഫോമൻസ് ലെവൽ സിനിമ കണ്ടാൽ മനസ്സിലാവും പിന്നെ ഭാമ അരുൺ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലാത്തൊരു ക്യാരക്ടർ വാല് ക്യാരക്ടർ പിന്നെ മേഘ തോമസ് ഇതിലൊരു സിസ്റ്ററായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് അവർ രണ്ട് പ്രായത്തിൽ വരുന്നുണ്ട് അത് രണ്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അഞ്ചക്കള്ള ഗോക്കാലിന് അവർ നല്ല പെർഫോമൻസ് ആയിരുന്നു പിന്നെ അതുകൂടാതെ അരശ്രീ അശോകൻ ശ്രീകാന്ത് മുരളി പിന്നെ നമ്മുടെ വിജയ് മേനോൻ എന്ന് പറഞ്ഞാൽ അറിയാലോ മറ്റേ പെത്തൊടനും ബ്രൗൺ ഷുഗറും എന്ന് പറഞ്ഞിട്ട് കിങ്ങിൽ മരിക്കണ പുള്ളിയുടെ ഡബ്ബിങ് കേൾക്കാൻ തന്നെ ഭയങ്കര രസമാണ് ഒരു സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ ഏറ്റവും അരോചകമായി തോന്നുന്ന ഒരു പരിപാടിയാണ് കുറേ സമയം കണ്ടവർക്കും ഈ ലാലേട്ടൻ ബെബുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നന്ദി പ്രകടനം ആരൊക്കെയോ ഇങ്ങനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് നന്ദി കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും സ്വാഭാവികം പക്ഷേ എത്രയെങ്കിലും സമയം നന്ദി കാണിക്കുന്ന പരിപാടി പലപ്പോഴും സിനിമ കാണാൻ പോയിട്ട് വളരെ അരോചകമായി തോന്നാറുണ്ട് പക്ഷേ ഇതിൽ അവസാനം നന്ദി കാണിക്കുന്നുണ്ട് അത് ശരിക്കും ഫീലായി കാരണം ആ ഒരു ആളുകൾ അത് ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല ആ നന്ദി കാണിക്കുന്നത് പോലും സിനിമയായിട്ട് ഇമോഷണലി കണക്റ്റാണ് മമ്മൂക്ക മുതൽ അങ്ങോട്ടുള്ള എല്ലാവർക്കും നന്ദി പറയുന്ന ആ ഒരു അവസാനത്തെ ടൈലൻറ്റിൽ ദാറ്റ് വാസ് റിയലി ടച്ചിങ് ഇൻ്റർവെല്ലിന് ശേഷം പുകവലി അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് നൽകുന്നത് അനശ്വരയാണ് വിത്ത് എക്കോ പിന്നെ മറ്റേ ടീമുണ്ടല്ലോ ഫ്ലാഷ് അടിച്ചിട്ട് ഇതെടുക്കുന്ന ടീം ശ്രദ്ധിക്കുക 45 മിനിറ്റ്സിലാണ് പേര് കാണിക്കുന്നത് അപ്പോൾ പൊക്കിക്കോ കേട്ടോ.